നമ്മുടെയൊക്കെ പറമ്പിലും വഴിയോരങ്ങളിലും ആരും ശ്രദ്ധിക്കാതെ വളരുന്ന ഒരു ചെടിയുണ്ട്. പേര് കേട്ടാൽ ചിലപ്പോൾ പുച്ഛം തോന്നാം. കുപ്പമേനി. പക്ഷേ കുപ്പയെ മേനിയാക്കുന്ന ഈ ചെടി വെറുമൊരു പാഴ്ചെടിയല്ല. സിദ്ധവൈദ്യത്തിലെ ഒരു മാന്ത്രിക മരുന്നാണ്. പൂച്ച, മുയൽ തുടങ്ങിയ ജീവികളെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക രാസഘടകം ഈ ചെടിയുടെ വേരുകളിൽ അടങ്ങിയിട്ടുണ്ട്. പൂച്ചകളെ മയക്കുന്നതുകൊണ്ട് പൂച്ച മയക്കിയെന്നും ഇതിന് പേരുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ പറിച്ചുകളയില്ല. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഈ കുഞ്ഞൻ ചെടി പരിഹാരമാകുന്നത് എന്ന് നോക്കാം. പ്രധാനമായും വിട്ടുമാറാത്ത ചുമ, ആസ്മ, കഫക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ സകല പ്രശ്നങ്ങൾക്കും ഇതൊരു ഉത്തമ ഔഷധമാണ്. ഇനി ചർമ്മരോഗങ്ങളുടെ കാര്യമെടുത്താലോ. ചൊറിയും ചിരങ്ങും പുഴുക്കടിയും മാറാൻ കുപ്പമേനിയില ഉപ്പും ചേർത്ത് അരച്ചു പുരട്ടിയാൽ മതി. സന്ധിവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഇതിന്റെ ഇലയിട്ട് കാച്ചിയ എണ്ണയോളം മികച്ച മറ്റൊരു മരുന്നില്ല. വിപണിയിൽ ഇന്ന് ഇന്ത്യൻ അക്കാലിഫ എന്ന പേരിൽ ഇതിന്റെ പൊടി ലഭ്യമാണ്. ആരോഗ്യത്തിന് മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണത്തിലും കുപ്പമേനി പുലിയാണ്. മുഖത്തെ അനാവശ്യ രോമങ്ങൾ കളയാനും മുഖക്കുരു മാറ്റാനും കുപ്പമേനി പൊടിയും മഞ്ഞളും ചേർത്തുള്ള കൂട്ട് പണ്ടുകാലം മുതലേ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. പല്ലുവേദന വന്നാൽ ഇതിന്റെ നീര് പുരട്ടാം. ചെവി വേദനയ്ക്ക് 2 തുള്ളി നീര് ചെറുതായി ചൂടാക്കി ഒഴിക്കാം. ചുരുക്കത്തിൽ, തലവേദന മുതൽ തേൽ, പഴുതാര എന്നിവയുടെ വിഷമിറക്കാനും പാമ്പ് കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷയായും പാരമ്പര്യ വൈദ്യത്തിൽ കുപ്പമേനി ഉപയോഗിക്കുന്നു. പാരമ്പര്യ ചികിത്സാരീതികളിൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് കുപ്പമേനി. അപസ്മാരം പോലുള്ള അവസ്ഥകളെ തടയാൻ കുപ്പമേനി ഇലയുടെ നീര് പണ്ടുകാലം മുതലേ വൈദ്യന്മാർ ഉപയോഗിച്ചു വരുന്നു. നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള ഇതിന്റെ പ്രത്യേക കഴിവ് ആശ്ചര്യകരമാണ്. മാത്രമല്ല, കുട്ടികളെ അലട്ടുന്ന പ്രധാന പ്രശ്നമായ കൃമിശല്യം മാറ്റാൻ കുപ്പമേനിയോളം മികച്ച മറ്റൊരു സ്വാഭാവിക ഔഷധമില്ല. ദഹനക്കേട് മൂലമുണ്ടാകുന്ന വയറിളക്കം തടയാനും വയറിലെ അസ്വസ്ഥതകൾ പരിഹരിക്കാനും ഈ ചെടിക്ക് പ്രത്യേക കഴിവുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഈ കുഞ്ഞൻ ചെടി ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. സത്യത്തിൽ ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.